ടെക്സ്റ്റൈൽ ടെക്നോളജി രണ്ടാം വർഷ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സിലെ മൂന്നാമത്തെ മൊഡ്യൂൾ വീവിംഗ് ടെക്നോളജിയിലെ പവർലൂം സെക്കൻഡറി മോഷൻസ് ആണ് ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. പവർലൂം സെക്കൻഡറി മോഷൻസ് യന്ത്രത്തറയുടെ സെക്കൻഡറി മോഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാർപ്പ് സ്റ്റോപ്പ് മോഷൻ, അതായത് പാവ് നൂലുകൾ ഏതെങ്കിലും ഒരെണ്ണം നെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഴ പൊട്ടുകയാണെങ്കിൽ തറിയെ സ്റ്റോപ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് വാർപ്പ് സ്റ്റോപ്പ് മോഷൻ. ടേക്കപ്പ് മോഷൻ, നെയ്ത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോം ചെയ്ത ഫാബ്രിക്കിനെ ചുറ്റിയെടുക്കുന്ന സംവിധാനമാണ് ടേക്കപ്പ് മോഷൻ. ലെറ്റ് ഓഫ് മോഷൻ, പാവ് നൂലുകളെ നെയ്ത്ത് പുരോഗമിക്കുന്നതനുസരിച്ച് വാർപ്പ് ബീമിന്ന് ചുറ്റഴിച്ചുവിടുന്ന സംവിധാനമാണ് ലെറ്റ് ഓഫ് മോഷൻ. വെഫ്റ്റ് സ്റ്റോപ്പ് മോഷൻ, നെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു വെഫ്റ്റ് നൂല് അല്ലെങ്കിൽ ഒരു ഊട് നൂല് ഇഴ പൊട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ തറി സ്റ്റോപ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് വെഫ്റ്റ് സ്റ്റോപ്പ് മോഷൻ. അങ്ങനെ യന്ത്രത്തറയുടെ പ്രധാനമായും ഈ 4 സെക്കൻഡറി മോഷൻസ് ആണ് കാണാൻ കഴിയുക. വാർപ്പ് സ്റ്റോപ്പ് മോഷൻ, പാവ് നൂലുകളുടെ ഇഴ പൊട്ടിയാൽ തറി നിർത്തുന്ന സംവിധാനം. വാർപ്പ് സ്റ്റോപ്പ് മോഷൻ stops the loom in the event of an end break. പറഞ്ഞതുപോലെ പാവ് നൂലുകളിൽ ഏതെങ്കിലും ഒരു ഇഴ പൊട്ടിപ്പോവുകയാണെങ്കിൽ ഉടനെ തന്നെ തറി നിർത്തുവാനുള്ള സംവിധാനമാണ് വാർപ്പ് സ്റ്റോപ്പ് മോഷൻ. The system is activated by the lightweight metallic drop wires which have profiled shape. ഏതെങ്കിലും ഒരു ഇഴ പൊട്ടിയാൽ ലോഹം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഡ്രോപ്പ് വയർ ഉപയോഗിച്ച് വാർപ്പ് സ്റ്റോപ്പ് മോഷൻ എന്ന സംവിധാനത്തെ സ്വിച്ച് ഓൺ ചെയ്യുന്ന രീതിയാണ് സാധാരണയായി തറികളിൽ അവലംബിച്ചിരിക്കുന്നത്. ഈ ഡ്രോപ്പ് വയറുകൾ നൂലുകളുടെ അല്ലെങ്കിൽ വാർപ്പ് നൂലുകൾ ഓരോ ഇഴയിലും കൂടി കോർത്തെടുത്തിട്ടാണ് തറിയിൽ നമ്മൾ നെയ്ത്ത് തുടരുന്നത്.
ഡ്രോപ്പ് വയേഴ്സ്. ഡ്രോപ്പ് വയറുകളുടെ ആകൃതിയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിലെ ദ്വാരത്തിലൂടെ നമ്മൾ ഓരോ വാർപ്പുനൂലും കടത്തിവിടുന്നു. ടെൻഷനിലുള്ള വാർപ്പുനൂൽ, അതായത് നെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാർപ്പുനൂൽ വലിഞ്ഞു നിൽക്കുമല്ലോ, അങ്ങനെയുള്ള സമയത്ത് ഡ്രോപ്പ് വയറുകൾ സ്റ്റോപ്പ് മോഷൻ ആക്ടിവേറ്റ് ചെയ്യാത്ത രീതിയിൽ നിലകൊള്ളുന്നതാണ്. In case of an end brake, the drop wire will lose support from the tight yarn and will fall due to gravity. That makes or breaks an electrical circuit. This is used to stop the loom electrically. മുൻപ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഇഴ പൊട്ടുകയാണെങ്കിൽ, വാർപ്പ് നൂലിഴ പൊട്ടുകയാണെങ്കിൽ ഡ്രോപ്പ് വയറുകൾ താഴോട്ട് പതിക്കുകയും, അതായത് ഗുരുത്വാകർഷണ ബലം മൂലം അത് താഴോട്ട് വീഴുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സംവിധാനത്തെ അത് സ്വിച്ച് ഓൺ ചെയ്യുന്നു അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. എന്തായാലും ആ ഒരു സംവിധാനം ഉപയോഗിച്ച് തറിയുടെ മോട്ടോർ ഉടൻ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ നെയ്ത്ത് നിൽക്കുന്നു. ഇതിനുശേഷം പൊട്ടിപ്പോയ ഇഴ ഏതാണെന്ന് വീവർ കണ്ടുപിടിച്ച് കൂട്ടിക്കെട്ടി വീണ്ടും ഡ്രോപ്പ് വയറിൽ കൂടി കടത്തി നെയ്ത്ത് തുടരുന്നു. Take-up motion. The objective of take-up is to draw forward the woven cloth as a new pick is inserted in order to maintain the line of fabric formation and pick spacing constant. നെയ്ത്ത് ഒരു തറിയിൽ പുരോഗമിക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ പിക്കും അല്ലെങ്കിൽ ഓരോ വെഫ്റ്റ് നൂലും ഇൻസേർട്ട് ചെയ്യുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ഫാബ്രിക് അപ്പോൾ മുൻപോട്ട് ചുറ്റിയെടുക്കുന്നത് വീണ്ടും പിക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനും ഓരോ പിക്കുകൾ തമ്മിലുള്ള അകലം സ്ഥിരമായി വയ്ക്കുന്നതിനും ആവശ്യമാണ്. ഈ കർത്തവ്യമാണ് ടേക്കപ്പ് മോഷനിലൂടെ സാധ്യമാകുന്നത്. The cloth take-up is achieved mechanically through gears. Take-up motion അല്ലെങ്കിൽ തറിയിലെ ക്ലോത്ത് ചുറ്റിയെടുക്കുന്ന സംവിധാനം ഗിയറും മറ്റും ഉപയോഗിച്ചുള്ള ഒരു മെക്കാനിക്കൽ സംവിധാനമാണ്.
ടേക്കപ്പ് മെക്കാനിസം വ്യൂ. യന്ത്രത്തറയിലെ ടേക്കപ്പ് മെക്കാനിസം എങ്ങനെയിരിക്കുമെന്ന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ടത് ഒരു റാച്ചറ്റ് വീല്, പൽചക്രങ്ങളാണ് റാച്ചറ്റ് വീല്. അതുകൂടാതെ ചേഞ്ച് വീൽ, നമ്മൾ എത്ര വേഗത്തിൽ ചുറ്റിയെടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഗിയറാണ് ചേഞ്ച് വീൽ. പിന്നെ ക്ലോത്ത് ചുറ്റിയെടുക്കുന്നതിനുള്ള റോളർ, അതിനാണ് ടേക്കപ്പ് റോളർ എന്ന് പറയുന്നത്. ഇതിന്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ പിക്ക് ഇൻസർഷന് ശേഷം സ്ലേ മുൻപോട്ട് വരുമ്പോൾ റാച്ചറ്റ് വീലിനെ ഒരു പല്ല് മുൻപോട്ട് ചലിപ്പിക്കുന്നു. ആ കിട്ടുന്ന ചലനം ഗിയറുകൾ വഴി ക്ലോത്ത് ടേക്കപ്പ് റോളറിൽ എത്തുന്നു. അങ്ങനെ തുണി മുൻപോട്ട് എടുത്ത് റോളറിൽ ചുറ്റിയെടുക്കുന്നു. പിക്കുകൾ തമ്മിലുള്ള സ്പേസിംഗ്, അല്ലെങ്കിൽ എത്ര വേഗം ചുറ്റിയെടുക്കണം എന്നുള്ളത് കണക്കുകൂട്ടി ചേഞ്ച് വീൽ മാറ്റിയിടാവുന്നതാണ്. Let of motion. The objective of let of motion is to maintain the free length of warp within the specified limits and to control the warp tension by means of feeding the warp at correct rate to the weaving zone. ഒരു യന്ത്രത്തറയിൽ നെയ്ത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവുനൂല് വീവേഴ്സ് ബീമിൽ നിന്നും ആവശ്യമുള്ള അളവിൽ ഫീഡ് ചെയ്തു കൊടുക്കുന്ന സംവിധാനമാണ് ലെറ്റ് ഓഫ് മോഷൻ. ഇങ്ങനെ വാർപ്പ് നൂലുകളെ അഴിച്ചുവിട്ടാൽ മാത്രമേ വീവിംഗ് സോണിൽ ആവശ്യമായ ടെൻഷനിൽ വാർപ്പ് നൂലുകൾ നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ നെയ്ത്ത് പുരോഗമിക്കുകയും ചെയ്യുകയുള്ളൂ. ലെറ്റ് ഓഫ് മോഷൻ വ്യൂ. ലെറ്റ് ഓഫ് മോഷന്റെ സ്കെച്ചാണ് താഴെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വീവേഴ്സ് ബീമിൽ പാവുനൂലുകൾ ചുറ്റിയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വീവേഴ്സ് ബീമിന്റെ ഒരു വശത്തായി ഒരു ചെറിയ ഡ്രം ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ചെറിയ ഡ്രമ്മിൽ ഒരു ചെയിൻ 1-2 ചുറ്റ് കൊടുത്തിട്ടുണ്ട്. ചെയിനിന്റെ ഒരു ഭാഗം, അല്ല ഒരറ്റം
ലൂമിന്റെ ഫ്രെയിമിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. മറ്റേ അറ്റം ഒരു ഫൾക്രം ലിവറിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഫൾക്രം ലിവറിന് ഒരു ഭാഗത്ത് ലൂമിന്റെ ഫ്രെയിമിൽ ഫൾക്രം ഘടിപ്പിച്ചിരിക്കുന്നു. ലിവറിന്റെ മറുവശത്ത് ഒരു ഡെഡ് വെയിറ്റ് സ്ലൈഡിംഗ് ഡെഡ് വെയിറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. ഈ ചെയിൻ ഈ ഡ്രമ്മിൽ ചുറ്റി നിൽക്കുന്നത് കാരണം ചെയിനിന്റെ ഫ്രിക്ഷൻ അതിജീവിച്ചു വേണം വാർപ്പ് നൂലുകൾ അഴിഞ്ഞഴിഞ്ഞ് മുൻപോട്ട് പോകുവാൻ. ഈ ഫ്രിക്ഷൻ നിയന്ത്രിക്കുന്നതിന് ഈ ഫൾക്രം ലിവറും സ്ലൈഡിംഗ് ഡെഡ് വെയിറ്റും സഹായിക്കുന്നു. ഈ സംവിധാനത്തിന്റെ സ്കെച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്രിക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ലൈഡിംഗ് ഡെഡ് വെയിറ്റ് ഈ ഫൾക്രം അല്ലെങ്കിൽ ലിവറും തമ്മിലുള്ള ലിവറേജ് വർദ്ധിപ്പിക്കുകയും ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ലിവറേജ് കുറയ്ക്കുകയും ചെയ്യണം. ഈ വൈ ലെങ്ത് ലെറ്റ് ഓഫ് മോഷനെ പറ്റി അല്പം കൂടി വിശദീകരിക്കുന്നു. The warp is pulled off the warp beam and warp tension is governed by the friction between the chain and the beam ruffled. ഞാൻ മുൻപിലത്തെ ചിത്രത്തിൽ കാണിച്ചതുപോലെ വാർപ്പ് ബീം അഴിച്ചഴിച്ച് വിടുന്നത് ചെയിനിന്റെയും ബീം റഫിളിന്റെയും ഇടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. The chain makes some wrap over the ruffle. Slack side of the chain is attached with the machine frame, whereas the tight side is attached with the weight lever. The lever is fulcrumed at one end with the machine frame. The other end carries dead weights. മുൻപിലത്തെ ചിത്രത്തിൽ കാണിച്ച പോലെ മെറ്റാലിക് ചെയിൻ 1-2 പ്രാവശ്യം റഫിളിന്റെ മുകളിലൂടെ ചുറ്റിയെടുത്ത് ആ ചെയിനിന്റെ ഒരറ്റം തറിയുടെ ഫ്രെയിമിൽ ഘടിപ്പിക്കുകയും മറ്റേ അറ്റം ഒരു ലിവറിലേക്ക് ഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ലിവർ ഒരു ഭാഗത്ത് തറിയുമായി ഫൾക്രം ചെയ്തിരിക്കുന്നു, മറുവശത്ത് ഒരു ഡെഡ് വെയിറ്റും ക്യാരി ചെയ്യുന്നു. അങ്ങനെയാണ് പിന്നെ ആവശ്യമായ ടെൻഷൻ കൊടുക്കുന്നത്. വെഫ്റ്റ് സ്റ്റോപ്പ് മോഷൻ. ഊട് നൂലുകളുടെ സ്റ്റോപ്പ് മോഷൻ.
Weft stop motions stop the loom if the weft carried by the shuttle is broken. ഷട്ടിൽ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഷട്ടിൽ കൊണ്ടുവരുന്ന വെഫ്റ്റ് നൂല് ഏതെങ്കിലും കാരണവശാൽ ഇഴ പൊട്ടിപ്പോവുകയാണെങ്കിൽ തറി നിർത്തുന്നതിനുള്ള സംവിധാനമാണ് വെഫ്റ്റ് സ്റ്റോപ്പ് മോഷൻ. തറി നിർത്തിയതിനു ശേഷം വീണ്ടും വെഫ്റ്റ് കണ്ടുപിടിച്ച് ഇഴ കൂട്ടിയതിനു ശേഷമാണ് തറി വീണ്ടും പ്രവർത്തിപ്പിക്കുന്നത്. വെഫ്റ്റ് സ്റ്റോപ്പ് മോഷന്റെ ഒരു ഉദാഹരണമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഓരോ വെഫ്റ്റുകളും ഷട്ടിൽ ബോക്സിന്റെ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ടൊരു വെഫ്റ്റ് ഫോർക്ക് സംവിധാനം ഉണ്ട്. വെഫ്റ്റ് ഫോർക്ക് ഒരു സപ്പോർട്ട് ലിവറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വെഫ്റ്റിന്റെ മറ്റൊരറ്റം ഒരു സ്വിംഗിങ് ലിവറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വിംഗിങ് ലിവറിന് ചലനം ലഭിക്കുന്നത് മെയിൻ ഷാഫ്റ്റും അതിന്റെ ഒരു ക്യാമും കൂടെ ഉൾപ്പെടുന്ന സംവിധാനത്തിൽ നിന്നാണ്. ഏതെങ്കിലും കാരണവശാൽ വെഫ്റ്റ് ഈ ഭാഗത്ത് പൊട്ടിപ്പോവുകയാണെങ്കിൽ ഈ ഫോർക്കിന്റെ മറുവശം ഒരു ഹുക്കാണ്. ആ ഹുക്ക് ഈ സ്വിംഗിങ് ലിവറിൽ കോണ്ടാക്ട് വരികയും സ്വിംഗിങ് ലിവർ ഈ വെഫ്റ്റ് ഫോർക്കിന്റെ സപ്പോർട്ടിനെ പുറകോട്ട് ചലിപ്പിക്കുകയും വെഫ്റ്റ് ഫോർക്ക് സപ്പോർട്ടിന്റെ ഒരറ്റത്തായിട്ട് നമുക്ക് തറി സ്റ്റോപ്പ് ചെയ്യുന്ന ഹാൻഡിൽ കാണുകയും ചെയ്യാം. നോക്ക് ഓഫ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പുറകോട്ടടിച്ച് തറി സ്റ്റോപ്പ് ആവുന്നു. വെഫ്റ്റ് സ്റ്റോപ്പ് മോഷൻ വർക്കിംഗ്. ഞാൻ മുൻപിലത്തെ സ്കെച്ച് കാണിച്ച് വിശദീകരിച്ച ഭാഗം ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കുന്നു. When the shuttle reaches the shuttle box, inserting an unbroken pick, the trail of pick pushes the lower end of the fork as the sleigh moves forward. This creates anti-clockwise movement in the fork. However, the movement of the fork will be clockwise according to the figure. From figure it can be understood that the notched hammer moves towards the front of the loom once in two picks as it gets motion from the cam mounted on the bottom shaft. In the absence of weft brake, the movement of the fork created by the push exerted by the pick clears the upper end of the fork from notched hammer when the latter is moving towards the front of the loom. Thus, the loom continues to run. In the case of weft brake, the upper end of the fork is caught by the notch of the hammer. So, when the hammer is moving towards the front of the loom, the weft fork support pushes the knock-off lever and the latter dislocates the starting handle to stop the loom.
മുൻപ് വിശദീകരിച്ചതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ വെഫ്റ്റ് നൂല് ഇഴ പൊട്ടുകയാണെങ്കിൽ വെഫ്റ്റ് ഫോർക്ക് മെക്കാനിസം തറിയെ മെക്കാനിക്കലായിട്ട് ഉടൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അതിനുള്ള മെക്കാനിക്കൽ സംവിധാനം നമ്മൾ മുൻപത്തെ സ്ലൈഡിൽ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ വിശദീകരണമാണ് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്.